എല്ലാവർക്കും നമസ്കാരം. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് അധികാരത്തിൽ മെയ് 10 അധികാരത്തിൽ വന്നതിന് ശേഷം കുറേയധികം മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. തമിഴ്നാട്ടിൽ 1-2 പ്രശ്നങ്ങളൊക്കെ പുള്ളിക്ക് വരികയുണ്ടായി. അതായത് ജോസഫ് വിജയുടെ ഒരു ജ്യോത്സ്യനായിട്ടുള്ള ഒരു ഉപദേശകനും ജ്യോത്സ്യനൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഉന്നത ക്യാബിനറ്റ് പദവി പോലുള്ളൊരു പദവിയിലൊരു ഉന്നത പോസ്റ്റ് ജോലി പുള്ളിക്ക് കൊടുക്കുകയുണ്ടായി. അത് പിന്നീട് വിവാദമായി, അത് ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ വിജയുടെ ജനനായകൻ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ആ വ്യക്തിക്ക് ഒരു ക്യാബിനറ്റ് പദവി പോലുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പിൽ ഒരു ജോലി, ആ പുള്ളിയുടെ പേഴ്സണൽ ലെവലിലുള്ള നല്ലൊരു ഹയർ ലെവലിലുള്ള ഒരു ജോലി ഇപ്പം കൊടുക്കേണ്ടത്, അതും വിവാദമായി, അതും പ്രശ്നമായി കിടക്കുന്നത്. പക്ഷേ കുറേ നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഭരണപരിചയമില്ലാത്ത വിജയ്, അതായത് ഭരിച്ച മുന്നൊരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഒരു MLA MP ആയി ഭരണപരിചയമില്ലാത്ത വിജയ് ഇപ്പോൾ 1.5 മാസത്തിനിടയ്ക്ക് പല വ്യത്യാസമായ മേഖലകൾ, ഇതുവരെ തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളൊരു ഭരണ രീതി ഫോളോ ചെയ്യുവാനായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസത്തെ പ്രോഗ്രാം, അതായത് നാമക്കൽ ജില്ലയിൽ 2 ദിവസത്തെ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് ഒരു മീറ്റിംഗ്, അത് തമിഴ്നാട്ടിലെ എല്ലാ IAS IPS ഓഫീസർമാരുടെയും മീറ്റിംഗ് വിളിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മീറ്റിംഗ് വിളിച്ചത്. അതായത് ഈ IAS IPS ഓഫീസർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. എന്താണ് കാര്യങ്ങളെന്ന് വെച്ചാൽ, തമിഴ്നാടിൻ്റെ താഴെത്തട്ടിൽ, അതായത് താഴെത്തട്ടിൽ സർക്കാരിൻ്റെ പ്രവർത്തനം കൃത്യമായി എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് IPS ഓഫീസർമാരോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ നിയമ സഹായങ്ങളും ആളുകൾക്ക് ഒരു ഭയവും കൂടാതെ തമിഴ്നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പോലീസ് സേന തമിഴ്നാട്ടിൽ ഒരുക്കണം. അതുകൊണ്ട് പോലീസിന് ഫുൾ ഫ്രീഡം തരികയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാനായിട്ട് ജോസഫ് വിജയ് IPS ഓഫീസർമാരോട് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ IAS ഓഫീസർമാരോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, കുടിവെള്ളം, അതേപോലെ വിദ്യാഭ്യാസം, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, കുടിവെള്ളം, റേഷൻ, അതേപോലെ ഭക്ഷ്യസാധനങ്ങളും എല്ലാ സാധനങ്ങളും സാധാരണ ജനങ്ങൾക്ക് താഴെത്തട്ട് മുതൽ ക്ലിയറായിട്ട് കാര്യങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ജോസഫ് വിജയ് IAS ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ മേഖലകളും കൃത്യമായി ആക്റ്റീവായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിർദ്ദേശമാണ് ജോസഫ് വിജയ് ഈ 2 ദിവസത്തെ IAS IPS ഓഫീസർമാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ പവറോ അല്ലെങ്കിൽ പണത്തിൻ്റെ പവറോ ഒരു പവറും ഇല്ലാതെ സാധാരണ കൂലി വേല ചെയ്ത് ജീവിക്കുന്ന ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങൾക്കൊക്കെ ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമായ അനുഭവം, അവർക്ക് നല്ലൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ നാട്ടിൽ സർക്കാർ ഉണ്ട്, നല്ല സർക്കാരാണ് എന്നൊരു ഇമേജ് സാധാരണ എല്ലാ ആളുകളിലേക്കും എത്തുകയുള്ളൂ. അതിൻ്റെ പ്രവർത്തനമാണ് ത്വരിതപ്പെടുത്താനായിട്ട്, അതിൻ്റെ പ്രവർത്തനം ക്ലിയറായിട്ട് നടത്താൻ വേണ്ടിയാണ് ജോസഫ് വിജയ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോൺഫറൻസിൽ IPS IAS ഓഫീസർമാരുടെ ഈ മീറ്റിംഗ് വിളിച്ച് അതിൽ കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും ഈ IPS IAS ഓഫീസർമാരുടെ കീഴിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായിട്ട് ജോലി ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ജോസഫ് വിജയ് പറഞ്ഞിരിക്കുകയാണ്.
ഇതെന്തായാലും നല്ലൊരു ഉഗ്രം പരിപാടിയായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. ഈ സകല മേഖലകളിലും ഒരു ചലനം അനുഭവപ്പെടും. സാധാരണ രീതികളിൽ നിന്നും വ്യത്യാസമായിട്ട് സാധാരണ താഴെത്തട്ടിലുള്ള ജനങ്ങൾ മുതൽ മുകൾ തട്ടിലുള്ള ജനങ്ങൾ വരെ ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഈ വിജയ്ക്ക് ഇത്രയും വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിൽ വരാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് തന്നെ വിജയ് ഒരു വ്യത്യാസം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഭരണപരിചയ കുറവ് കൊണ്ട് അത് പഠിച്ചു വരികയാണ്. ഇപ്പോൾ വിജയ് പഠിച്ചു വരികയാണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിച്ച് പഠിച്ചു വരികയാണ്. വിജയുടെ കൂടെയുള്ള മന്ത്രിമാരായാലും എല്ലാവരും പുതിയ അനുഭവമുള്ളവരാണ്, മുൻ പരിചയമില്ലാത്തവരാണ്. അവരെ നോക്കി, അതായത് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് മെല്ലെ മെല്ലെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ഒരു മാറ്റം വിജയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഈ ഭരണപരിചയമില്ലാത്തതുകൊണ്ട് ചില പ്രോബ്ലംസുകളൊക്കെ വരാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധാരണ ജനങ്ങൾക്ക്, താഴെ തട്ടിൽ മുതൽ മുകൾ തട്ടിലുള്ള എല്ലാ സർവ്വജനങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യാനായിട്ട് ശ്രീ ജോസഫ് വിജയ് IAS IPS ഓഫീസർമാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണത്.